ശ്രീരാമം തരസീരുഹാക്ഷമമലം ദുർവാംബുരശ്യാമളം വിദ്യുത്കോടിനിഭ പ്രഭാംബരധരം വീരാസനാധിഷ്ഠിതം വാമാംഗോപരി സംസ്ഥിതം ജനകജാമാലിംഗ്യതാം ബാഹുനാ തത്വം ചാപരപാണിനാ മുനിഗണാനാജ്ഞാപയന്തം ഭജേ. അങ്ങനെ നമ്മുടെ വിശ്വാമിത്ര രാജർഷി നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയത്തല്ല നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ കൂടെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോ രാജാവ് പറയുന്നു ഞാൻ വരാന്ന്. ഞാൻ വന്ന് ചെല്ലം ചെയ്തോളാം. അതിന് പിന്നെ മഹർഷി സംതൃപ്തനല്ല. രാജാവേ, നിങ്ങൾ പറയുന്നതിലൊന്നും ഞാൻ സംതൃപ്തനല്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്കാവൂല ഈ കാര്യം ചെയ്യാൻ. ഏതാണ്ട് സർവജ്ഞനും സർവശക്തനുമായി വിശേഷിപ്പിക്കപ്പെട്ട എനിക്ക് പോലും ചെയ്യാൻ കഴിയാത്തതാണ്. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യം ഏറ്റെടുത്ത് വിജയത്തെത്തിക്കാൻ കഴിയും? താങ്കൾ ഈ കുട്ടികളെ സാധാരണ കുട്ടികളായി കരുതുന്നു. അച്ഛൻ എന്ന നിലക്ക് താങ്കൾക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ അത് സ്വാഭാവികം തന്നെ. അച്ഛൻ ഈ മക്കളോട് കിട്ടാതെ കിട്ടിയ മക്കളും, അപ്പൊ അവരോട് എത്രമാത്രം സ്നേഹം ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് വന്ന തെറ്റാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു മഹർഷി. അവർ മനുഷ്യരൂപത്തിലുള്ള ദൈവിക ശക്തിയാണെന്ന് എനിക്ക് പരിപൂർണമായി അറിയാം. ഉൾക്കൊണ്ടുള്ളവർക്ക് അറിയാലോ. സംശയിക്കണ്ട. നിങ്ങൾ ഗൗരവപൂർവം ചെയ്ത വാഗ്ദാനം നിറവേറ്റുക. അവർ ഈ നിമിഷം എന്റെ കൂടെ എത്തുക. അല്ലെങ്കിൽ താങ്കൾ വാക്കു പാലിക്കാത്ത ആളാണെന്ന് സമ്മതിക്ക്. ഞാൻ പോയിക്കോളാ. ഒന്നുകിൽ പറയും എനിക്ക് വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്റെ കൂടെ അയക്ക്, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഏതെങ്കിലും വേഗം ചെയ്യൂ. വേഗമാകട്ടെ. സംശയിച്ചു നിൽക്കാനും താമസിപ്പിക്കാനുമുള്ള സമയമല്ല ഇത്. അടുത്ത വാവ് വരാനായി. ഓരോരു വാവിനും ചെയ്യുന്ന കർമാണല്ലോ അത്. മഹർഷിയുടെ വാക്കുകളിലെ നിശ്ചിതത്വം കേട്ട് രാജാവ് പരിഭ്രമിച്ചു. കുറച്ച് ഗൗരവത്തിലല്ലേ അദ്ദേഹം പറഞ്ഞത്. മഹർഷി കുറച്ച് പേടിയായി, പരിഭ്രമമായി. ആകപ്പാട് അദ്ദേഹത്തെ ഗ്രസിച്ചു ഇത് രണ്ടും കൂടിയിട്ട്. കുലഗുരു രാജധാനിയിൽ വരണമെന്ന് ദശരഥൻ ആവശ്യപ്പെട്ടു. വസിഷ്ഠൻ വന്നു. വിശ്വാമിത്രനെ കണ്ടു. അവരിരുവരും പുഞ്ചിരി പൊഴിച്ചു. സന്തോഷായി പരസ്പരം. അന്യോന്യം സമാദര വാക്യങ്ങളെ കൈമാറി. അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി ആദരിച്ചു. നടന്ന സംഭവങ്ങളുടെ വിവരണം രാജാവിൽ നിന്നും വസിഷ്ഠൻ കേട്ടു. ഉണ്ടായ കാര്യങ്ങളൊക്കെ രാജാവ് പറഞ്ഞു. കുട്ടികളുടെ ദിവ്യത്വത്തെ പറ്റി നല്ലപോലെ അറിവുള്ള ആളാണല്ലോ വസിഷ്ഠൻ. ലേശം പോലും അസ്വസ്ഥത ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നും, എന്നാൽ വിശ്വാമിത്ര മഹർഷിയുടെ സ്നേഹപൂർണമായ വരുതിയിൽ സന്തോഷത്തോടുകൂടി കുട്ടികളെ വിട്ടുകൊടുക്കണമെന്നും രാജാവിനെ ഉപദേശിക്കാൻ തന്നെയാണ് വസിഷ്ഠൻ വന്നിട്ടുള്ളത്. അതിന് അദ്ദേഹം അങ്ങനെ പറയാൻ തീർച്ചപ്പെടുത്തി. കുട്ടികൾ കഴിഞ്ഞ കുറെ മാസങ്ങളെ ആരോഗ്യം ശരിക്കില്ലാത്തവരാണെന്നും രാക്ഷസന്മാരുമായി പൊരുതുന്നതിന് അവർക്ക് ശരീരത്തിന് ഓജസ് പോരെന്നും അത് പറഞ്ഞു നോക്കി. അവർ കുറെ മാസമായിട്ട് അവർ ശരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് ആരോഗ്യമില്ല, അതുകൊണ്ട് അവർക്ക് പറ്റൂല, ഓജസ്സും തേജസ്സും എല്ലാം കുറഞ്ഞിട്ടാണ് കുട്ടികളിപ്പോൾ ഉള്ളതെന്ന് അങ്ങനെ ഒന്ന് വാദിച്ചു നോക്കി. അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ കുറെ മാസങ്ങളെ അസ്വസ്ഥരാണെന്നും പറഞ്ഞു. ഈ ആവശ്യം വേദനിക്കുന്ന വ്രണത്തിന്മേൽ പെട്ടെന്നുള്ള കുത്തുപോലെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഊനിന്മേൽ കുരു എന്നൊക്കെ പറയില്ലേ, ഉണ്ണിൽ കുത്തരുത് എന്നൊക്കെ പറയല്ലോ, നമ്മുടെ ഒരു പ്രയോഗമല്ലേ അതൊക്കെ. അങ്ങനെ പറഞ്ഞു നോക്കി. രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടുവാൻ അവരയക്കുന്നതിനായി എന്റെ മനസ്സൊട്ടും സമ്മതിക്കുന്നില്ല. മഹർഷി, എന്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടെങ്കിലും ഞാൻ എന്റെ കുട്ടികളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് മഹാരാജാവ് കരയാൻ തുടങ്ങി. വിശ്വാമിത്രൻ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്താണ് ഇങ്ങനെ കരയുന്നത്. താങ്കൾക്ക് നിറവേറ്റാൻ സാധിക്കാത്ത വാഗ്ദത്തം താങ്കൾ ചെയ്യരുതായിരുന്നു. ചെയ്യാൻ കഴിയാത്ത സത്യമല്ലേ, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറയണ്ട. എന്തിനെങ്ങനെ പറഞ്ഞത്? അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ കാര്യങ്ങളെ പറ്റി തീരെ ചിന്തിക്കാതെ ഒരു ഭരണാധിപൻ വാഗ്ദാനം ചെയ്യുന്നതും
അത് നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോൾ താമസിപ്പിക്കാനും പിൻവലിക്കാനും മാത്രമല്ല കൊടുത്ത വാക്കിനെതിരായി പ്രവർത്തിക്കാനും ശ്രമിക്കുന്നത് കൊടും പാപമല്ലേ മഹാരാജാവേ? നിങ്ങളെപ്പോലെയുള്ള രാജാക്കന്മാരെ അത് ഇടിച്ചു താഴ്ത്തും, ഉറപ്പാണ്. താങ്കൾ നൽകുന്ന സഹായം എത്ര ചെറുതായാലും ശരി, ഹൃദയപൂർവമായ സേവനത്തിന്റെ അഗാധതരമായ പ്രലോഭനങ്ങളിൽ നിന്നാണ് ഉറവെടുക്കുന്നതെങ്കിൽ അത് പ്രാണൻ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ആര് പറയുന്നു? ഈ മഹർഷി പറയുന്നു. അർദ്ധമനസ്സോടുകൂടിയും സംശയിച്ചുകൊണ്ടുമുള്ള സഹായം എത്ര വലുതായാലും ശോചനീയമത്രേ. താങ്കളെ വേദനിപ്പിച്ചുകൊണ്ട് താങ്കളിൽ നിന്നൊന്നും നിനക്ക് വേണ്ട, ഒരു സഹായം വേണ്ട, നന്നായിരിക്കട്ടെ, താങ്കൾ താങ്കളുടെ പാപവുമായി സുഖമായി കഴിയുക, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. വാഗ്ദത്തം ചെയ്തിട്ടത് നിറവേറ്റാത്തത് പാപമല്ലേ? ആ പാപം കൊണ്ടിവിടെ കഴിഞ്ഞുകൂടിക്കോ, ഞാൻ പോകുന്നെന്നും പറഞ്ഞു. എന്താ ചെയ്യാം? വിശ്വാമിത്രൻ എഴുന്നേറ്റ് പോകാൻ ഇരുമ്പെട്ടു. രാജാവ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് കുറേ കൂടി വെളിച്ചത്തിനും കുറേ കൂടി സമയത്തിനും അഭ്യർത്ഥിച്ചു. തന്റെ ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു തരണമെന്ന് അപേക്ഷ. എനിക്കൊന്നും മനസ്സിലാ ചെയ്യേണ്ടത്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എനിക്ക് അറിയുന്നില്ല മഹർഷി, അതെനിക്ക് പറഞ്ഞു തരണേന്നായി. പിന്നെ മഹർഷിയുടെ ന്യായമായ ആവശ്യം തനിക്ക് ബോധ്യപ്പെടുത്തി തരണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ആവശ്യം എനിക്ക് ബോധ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാൽ അദ്ദേഹത്തിന് മഹർഷിയുടെ ആവശ്യം നിറവേറ്റാമല്ലോ, അതാണ് വിചാരിച്ചത്. ഇത് കേട്ട സമയത്ത് വസിഷ്ഠൻ ദശരഥൻ ഉപദേശിച്ചു. രാജാവേ, താങ്കൾ ആസന്നമായ പ്രപഞ്ച സംബന്ധമായ ഒരു കാര്യത്തിൽ അതിപ്രബലമായ ഒരു സഫലീകരണത്തിലെ പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ്. നല്ലൊരു മഹത്തരമായ ഒരു കാര്യം ഇപ്പൊ നടക്കാനിരിക്കുകയാണ്. അതിന് അങ്ങ് തന്നെയാണ് പ്രതിബന്ധം ഉണ്ടാക്കുന്നത്. താങ്കളുടെ ഹൃദയം പിതൃസ്നേഹത്താൽ ആകുലമായിരിക്കയാൽ താങ്കൾക്ക് മുമ്പിൽ സത്യം മറച്ചു പിടിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സത്യത്തിന് ഇങ്ങനെ മറുപുള്ള ഗർഭസ്ഥ ശിശുവിനെയും പോക അഗ്നിയെയും ആവരണം ചെയ്യുന്നത് പോലെ ഈ പിതൃസ്നേഹം ആ സത്യത്തിന് മറച്ചു പിടിക്കപ്പെട്ടിട്ടാ ഉള്ളത് എന്ന് പറഞ്ഞു. താങ്കളുടെ കുട്ടികൾക്ക് യാതൊരു ആപത്ത് സംഭവിക്കുകയില്ല, ഇല്ല, ഒരിക്കലുമില്ല. അവരിൽ കഴിഞ്ഞ ഒരു ഉന്നത ധീരത്വം വേറെ ഇല്ല. ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവരാണ് അവര്. ഏറ്റവും ഉഗ്രമായ ദിവ്യശക്തികൾ രാക്ഷസരെയും രാക്ഷസീ ശക്തികളെ നശിപ്പിക്കുക എന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യാകാരം കൈക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾ. വെറും കുട്ടികളല്ല. അതുകൊണ്ട് ഇനി സമയം കളയാതെ കുട്ടികളെ വരുത്തൂ. അവരുടെ ശരീരശക്തിയെയോ ബുദ്ധിയുടെ അളവിനെയോ സംബന്ധിച്ച് താങ്കളാണ് കൂട്ടണ്ട. ആരോട് പറയുന്നത്? രാജാവിനോട്. അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവരിൽ നിന്ന് ഉദിച്ചു വരുന്ന ഐശ്വര്യ ശക്തിയെ കണക്ക് കൂട്ടും. അത് നോക്കിയാൽ മതി. ഈ ആരോഗ്യത്തിന്റെ പ്രശ്നം ഇപ്പോൾ ഇവിടെ പറയണ്ട. ആ ശക്തിക്ക് എതിരെ നിൽക്കാൻ മറ്റൊരു ശക്തിയുമില്ലെന്ന് ഓർമ്മിക്കും. അതാണ് ഇപ്പൊ വിചാരിക്കേണ്ടത്. ഈ രീതിയിൽ കുറെ ഉപദേശം നൽകിയതിനു ശേഷം വസിഷ്ഠൻ രാമലക്ഷ്മണന്മാർ കാളയച്ചു കുട്ടികളെ വരുത്താൻ. വിശ്വാമിത്ര മഹർഷിക്കും വസിഷ്ഠ മഹർഷിക്കും അവരെ കാണേണ്ടതുണ്ടെന്നറിഞ്ഞ ഉടനെ ഇരുവരും തിരക്കിട്ടെത്തി. രണ്ടുപേരേ വന്നുള്ളൂ, രണ്ടുപേരും അവിടെ ഉണ്ട്. കുമാരന്മാർ ഗുരുജനങ്ങളെ ആദരപൂർവ്വം വണങ്ങി ആദ്യം പിതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം കുലഗുരു വസിഷ്ഠനെയും നമസ്കരിച്ചു. പിന്നീട് മൂന്നാമതായിട്ട് വിശ്വാമിത്രനെയും നമസ്കരിച്ചു. അവർ എഴുന്നേറ്റ് ആദരപൂർവ്വം ഒരു ഭാഗത്തേക്ക് മാറി നിന്ന സമയത്ത് അധരങ്ങളെ തത്തിക്കളിക്കുന്ന മന്ദസ്മിതത്തോടുകൂടി വിശ്വാമിത്രൻ കുട്ടികളെ അഭിസംബോധന ചെയ്തു. നല്ല സന്തോഷമായി വിശ്വാമിത്രന്റെ കുട്ടികളെ കണ്ടിട്ടാകുമ്പോ, കുട്ടികളെ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ടവർ മാറ്റി മറന്ന് ആഹ്ലാദിച്ചു. ദശരഥൻ അതോടെ കൂടുതൽ അധീരനായി. ആ കുട്ടികളെന്ന് പറഞ്ഞ് യാതൊരു സംശയമില്ലാത്ത സന്തോഷിച്ചിട്ട് വരുന്നു എന്നല്ലേ പറഞ്ഞത്. മഹർഷിയുടെ ആവശ്യത്തെ താൻ അംഗീകരിച്ചതിനെ പറ്റി അച്ഛൻ ദുഃഖാകുലനായത് കണ്ട് രാമൻ മന്ദം അദ്ദേഹത്തെ സമീപിച്ചു. പിതാവേ, ഞാൻ മഹാനായ ആ മഹർഷിയോടൊപ്പം പോകുന്നത് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ വ്യസനിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സേവനത്തിനായി ഈ ശരീരം അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ മറ്റെന്താണുള്ളത് അച്ഛാ? അതിനായി മാത്രമാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും സേവനം, ആർക്കെങ്കിലും ഉപകാരപ്രദം ആവണം നമ്മുടെ ശരീരം. തപസ്സുകളുടെ പുണ്യകർമ്മങ്ങളിൽ ഭാഗഭാക്കാകുകയും അവർക്ക് ദുരാത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ശല്യം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക. അത് മഹനീയമായ കാര്യമല്ല അച്ഛാ. നമുക്ക് അസാധ്യമായി ഒന്നുമില്ല. പരിശ്രമം ചെയ്യുകയിലേതിനെയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം
ദീർഘങ്ങളാം കൈകളെ നൽകിയല്ലോ മനുഷ്യരെ പാരിലയച്ചത് ഈശൻ. അത് അച്ഛനെ അറിയില്ലേ? പിന്നെന്താ? പ്രവൃത്തികളുടെ പുണ്യകർമ്മങ്ങൾ ഭാഗമാക്കാവുന്നത് പോലെ മഹത്വം പുണ്യം വേറൊന്നുമില്ല. നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല അച്ഛ. അവർ എത്ര ഭയങ്കരന്മാരായാലും ഞങ്ങൾ ആ രാക്ഷസന്മാരെ നശിപ്പിക്കും, ഉറപ്പാണ്. അങ്ങനെ മഹർഷിക്ക് മനഃശാന്തി നൽകുകയും ചെയ്യും. അനുവദിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ പുറപ്പെടാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് കുട്ടികൾ പറഞ്ഞു. ധീരമായ വാക്കുള്ള ഒരളവോളം ദശരഥന്റെ ഉത്കണ്ഠയെ ശമിപ്പിക്കുകയുണ്ടായി. കുറച്ചൊരു പേടി പോയി അദ്ദേഹത്തിന്. എങ്കിലും രാജാവ് വീണ്ടും അസ്വസ്ഥനായി. എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതേയില്ല. അദ്ദേഹം രാമനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, രാമ മകനെ, രാക്ഷസന്മാർ സാധാരണ ശത്രുക്കളല്ല. അവരുടെ ഇടയിൽ സുജൻ, ഉപസുജൻ, മാരീജൻ, സുബാഹു മുതലായവരുണ്ടെന്നാണ് കേട്ടത്. അവരൊക്കെ ഭയങ്കരന്മാരാണ് മകനെ. അവർ അതിക്രൂരതയുള്ളവരാണ്. അവരുടെ ശരീരം അവർണ്ണനീയമായ വിധം ഭീകരവുമാണ്. അത്തരം ഭീഷണരൂപികളെ കാണാൻ നിങ്ങൾക്ക് ഇതുവരെ സന്ദർഭം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. അവരുമായി മുഖത്തോട് മുഖം കാണുന്ന ആ സമയം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മോനെ. നമുക്കത് വിചാരിക്കാനേ കഴിയുന്നില്ല എന്ന് അച്ഛൻ പറയുന്നത്. ശത്രുക്കളെ വഞ്ചിക്കുന്നതിന് കപടതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും ആൾമാറാട്ടം നടത്തുന്നതിലും അതിസമർത്ഥന്മാരായ ആ ചതിയന്മാരുമായി നീ എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം എന്ന വാക്ക് തന്നെ നീ ഇതുവരെ കേട്ടിട്ടുണ്ടോ കുട്ടി? ഇല്ലല്ലോ. അതുമാത്രമല്ല, പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയുള്ള നീ പെട്ടെന്ന് ഇത്രയും ഭീകരന്മാരായ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനായി പോകുന്നു. വിധി തീർച്ചയായും വളരെ ക്രൂരൻ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് രാജാവ് കരയാൻ തുടങ്ങി. എന്റെ മക്കൾക്ക് അവരുടെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് തന്നെ ഈ രാക്ഷസീയമായ അഗ്നിപരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വന്നല്ലോ ഭഗവാനെ, ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം കരയുന്നത്. അപ്പൊ ഹൃദയ നൊമ്പരം കൊണ്ട് ദശരഥൻ ഇപ്പൊ കുഴഞ്ഞു വീണ് പോകുന്നില്ല രീതിയിലായിട്ടുണ്ട്. രണ്ട് കണ്ണിങ്ങനെ അങ്ങനെ പമ്പാനദി പോലെ നിറഞ്ഞ് ഒഴുകയെന്ന് മിഴികള്. ലക്ഷ്മണൻ പിതാവിന്റെ മനോദൗർബല്യം കണ്ട് പറഞ്ഞെന്തെന്ന് ഈ അച്ഛൻ കളിക്കുന്നു. അച്ഛാ, എന്തിനീ കണ്ണീര്? ഞങ്ങൾ ഭീരുക്കളായ പെൺകുട്ടികളല്ല. യുദ്ധഭൂമി ക്ഷത്രിയരായ ഞങ്ങൾക്ക് ന്യായമായ അവകാശപ്പെട്ട രംഗമാണ്. ഒന്നും അച്ഛനെ അറിയില്ലേ? യുദ്ധം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ധർമ്മവുമാണ്. ധർമ്മത്തെ കാത്തുരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ. ഞങ്ങളുടെ ശ്വാസം പോലും മഹർഷിമാർ സേവിക്കലും ധർമ്മം നിലനിർത്തലുമാണ്. ഇത്രയും പ്രഭാവപൂർണമായ ചുമതലയല്ലേ ഞങ്ങൾക്ക് കിട്ടിയത്? ആ ചുമതലയേറ്റുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. എൻ്റെ അച്ഛൻ എന്ത് ഇങ്ങനെ ആയിപ്പോയത്? എന്ത് ഇത്ര ദൗർബല്യം എന്നാണ് ചോദിക്കുന്നത്. കാര്യം ചെറിയ ആള് ലക്ഷ്മണകുമാരൻ. ഈ ദൗർബല്യ പ്രകടനത്തിന്റെ പേരിൽ ലോകം അങ്ങേ പരിഹസിക്കില്ലച്ഛ. അങ്ങ് സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങളെ പറഞ്ഞേക്കും. ഞാനും എൻ്റെ ജ്യേഷ്ഠനെ അനുഗമിച്ച് പ്രഭാവത്തോടു കൂടി മടങ്ങും. പിതാവ് തന്നോടുള്ള സ്നേഹത്തിന് അടിപ്പെട്ടതായി കണ്ട് രാമൻ സിംഹാസനത്തിന് സമീപം ഞങ്ങൾ പ്രേമപൂർവ്വം പിതാവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, അങ്ങ് ആരാണെന്ന് സ്വയം മറന്നതായി തോന്നുന്നല്ലോ. ആരാണെന്ന് ഓർമ്മിച്ചു നോക്ക്. പൂർവ്വപിതാക്കന്മാരാൽ അനശ്വരമാക്കപ്പെട്ട ഒരു രാജവംശത്തിലാണ് അങ്ങ് ജനിച്ചത്. അത് മാത്രമല്ല, അവരെത്രയധികം യശസ് നേടിയിരുന്നുവെന്ന് ഓർക്കൂ. ഇതെല്ലാം ഓർമ്മിക്കുകയാണെങ്കിൽ അങ്ങ് ഈ മാതിരി കരയുകയില്ല. ഇക്ഷ്വാകു വംശത്തിലാണ് അങ്ങ് ജനിച്ചത്. ഈ ദിവസം വരെ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവം ആയിരുന്നുവല്ലോ എൻ്റെ അച്ഛൻ. ആ ഒരു നിലയിലല്ലേ അച്ഛൻ ജീവിച്ചത്. 3 ലോകങ്ങളും അങ്ങേ ധർമ്മബോധമുള്ള വ്രതാനുഷ്ഠാനകൻ എന്നും ധർമ്മരക്ഷിതാവ് എന്നും പടക്കളത്തിലും മറ്റിടങ്ങളിലും ഏറ്റവും പരാക്രമശാലിയായ വീരൻ എന്നും ഘോഷിച്ചിട്ടുണ്ടല്ലോ അച്ഛാ. അപ്പൊ ഒരിക്കൽ കൊടുത്ത വാക്ക് നിരോധിക്കുന്നതിലപ്പുറം ഗുരുതരമായ പാപം വേറെ ഇല്ലെന്ന് അച്ഛനെ അറിയില്ലേ? മഹർഷിക്ക് നൽകിയ വാക്കിനെതിരായി പ്രവർത്തിച്ചാൽ അങ്ങയുടെ സൽപ്പേര് കളങ്കപ്പെടില്ലേ? അങ്ങയുടെ പുത്രന്മാർക്ക് ഈ ദുഷ്കീർത്തി സഹിക്കാൻ കഴിയുമോ? വാക്കിനനുസരിച്ച് പ്രവർത്തിക്കാൻ അങ്ങേക്ക് കഴിയുന്നില്ല എങ്കിൽ അങ്ങയാൽ അനുഷ്ഠിക്കപ്പെട്ട ത്യാഗത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന ഗുണം അവകാശപ്പെടാൻ അങ്ങേക്കാവുകയില്ല. എന്തിനു വിസ്തരിക്കുന്നു? അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അതൊരു അപമാനത്തിന്റെ വഴിയാണെന്ന് തോന്നുന്നു.
അതിന്റെ ഫലമായി ഞങ്ങൾ തല കുനിക്കേണ്ടി വരും. ദശരഥൻ വാഗ്ദത്ത ലംഘനം ചെയ്തു എന്ന സംസാരം ശ്രവിക്കേണ്ടി വരും ഞങ്ങൾക്ക്. ഇത് രാജവംശത്തിന്റെ കീർത്തിയുടെ മേൽ മായ്ക്കാനാവാത്ത കറുത്ത പുള്ളിക്കുത്താണ്. സ്വപുത്രന്മാരോട് അങ്ങേക്കുള്ള സ്നേഹം അന്ധമാണ്. അത്രയധികം അന്ധമായ ഒരു സ്നേഹത്തിലാണ് അച്ഛൻ ഇപ്പൊ കുടുങ്ങി കിടക്കുന്നത്. അത് അച്ഛന്റെ വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഈ സ്നേഹം ഞങ്ങളുടെ രക്ഷയല്ല കേട്ടോ അച്ഛ, ശിക്ഷയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ നേരെയുള്ള സ്നേഹം കൊണ്ട് ഇളകപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ഒരു തരത്തിലും അങ്ങയെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. ഇതൊക്കെ അങ്ങേക്ക് അറിയുന്നതല്ലേ. പുത്രസ്നേഹം അങ്ങയെ അജ്ഞതയുടെ വിഷവാതകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലോ. അതിനാൽ ധർമ്മം എന്താണെന്നറിയാൻ വിഷമമായിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഭയത്തിന്റെ ഏറ്റവും കടുകിന്റെ മണി മുറിച്ചാലുണ്ടാവുന്ന അത്ര പോലും ഞങ്ങൾക്ക് ഭയം എന്നുള്ളതില്ല. അച്ഛൻ സംശയിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അനുഗ്രഹിച്ച് മഹർഷിയെ ഏൽപ്പിക്കുക. രാമൻ ഇങ്ങനെ സംസാരിച്ചു. ശിരസ് കുനിച്ചുകൊണ്ട് രാമൻ പിതൃപാദങ്ങൾ സ്പർശിക്കുകയും ചെയ്തു. ഇങ്ങനെ പറയുകയും ചെയ്തു. അച്ഛന്റെ പാദത്തിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ദശരഥൻ എന്ത് ചെയ്തു? രാമനെ തന്നോട് അടുപ്പിച്ച് നിർത്തി, ചേർത്ത് നിർത്തി ശിരസിൽ തലോടി. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. അവ അമൂല്യ രത്നങ്ങളാണ്. അത് നിഷേധിക്കത്തക്ക വിഡ്ഢിത്ത എനിക്കില്ല. ഈ നിമിഷം തന്നെ ഞാൻ ചതുരംഗസേനയോടൊപ്പം പോയി എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും മഹർഷിയുടെ യജ്ഞം രക്ഷിക്കും. പക്ഷേ അത് നിന്നെ അയക്കൂല. അതാണ്, നിന്നെ അയക്കാൻ എന്റെ മനസ്സ് സ്വീകരിക്കുന്നേയില്ല. ഇപ്പോൾ മാത്രം യുദ്ധകലയിലും ആയുധപ്രയോഗത്തിലും പരിശീലനം പൂർത്തിയാക്കിയ നിന്നെ ആ രാക്ഷസന്മാരുടെ കൈകളിലേക്ക് അയക്കുക എന്ന ആലോചന പോലും എനിക്കാവുന്നില്ല മോനെ, ആവുന്നില്ല. ഒരച്ഛനും സ്വന്തം കുട്ടികളെ ബോധപൂർവം നരിയുടെ വാരിക്ക് എറിഞ്ഞു കൊടുക്കുവോ? ഇല്ലല്ലോ. മാത്രമല്ല, ദുഃഖത്തിന്റെ അഗ്നിജ്വാലകളിലേക്കാണ് ഞങ്ങളെ നീ തള്ളിവിടുന്നത്. നിന്നെ സംബന്ധിച്ചും ശരിയാണോ ഇത്? തപസ് ചെയ്തിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് മകനെ. ഞങ്ങളുടെ ജീവശ്വാസം പോലെ നിന്നെ പോറ്റി വളർത്തുകയും ചെയ്തു. കഷ്ടം, വിധി തന്നെ ഞങ്ങൾക്ക് വിപരീതമായി വരുമ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ നിന്നെയോ മറ്റാരെയുമോ കുറ്റപ്പെടുത്തുന്നില്ല കുട്ടി. ഇത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ മഹാരാജാവ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് എന്താ ചെയ്യാം? അല്ലാതെ ദയനീയതയാണ് രാജാവിന്റെ അവസ്ഥ. തലയിൽ കൈവച്ചുകൊണ്ട് ദശരഥൻ വിലപിച്ചു. പെണ്ണുങ്ങൾ കരയുന്നത് പോലെ കരഞ്ഞു. ഇത് കണ്ടപ്പോൾ രാമൻ പുഞ്ചിരിച്ചു. അച്ഛാ, എന്താണ് ഈ ദൗർബല്യം? അങ്ങ് ഞങ്ങളെ നരിയുടെ വായിൽ തള്ളുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ അർപ്പിക്കപ്പെടുവാൻ ഞങ്ങൾ ആടുകളൊന്നുമല്ലെന്ന് അങ്ങ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ആ നെരിനെ കണ്ണു പഠിക്കാൻ നെരി പിടിച്ചിട്ടുന്ന ഞങ്ങൾ എന്താ ആട്ടിൻകുട്ടികളാണോ? ഞങ്ങൾ സിംഹക്കുട്ടികളാണെന്ന് വിശ്വസിക്കൂ. അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ പുണ്യകർമ്മത്തിനായി ഞങ്ങളെ അയക്കുവച്ച. രാജാക്കന്മാർ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. രാമന്റെ നിശ്ചിതമായ വാക്ക് കേട്ട് വസിഷ്ഠൻ എഴുന്നേറ്റു. ഭേഷ് ഭേഷ് ദശരഥ, താങ്കൾ സിംഹത്തിന്റെ ഗർജനം കേട്ടോ? ഇനി എന്തിനു കുറുക്കന്റെ ഊരി എഴുന്നേൽക്ക്. വിവരം അറിയിച്ച് അമ്മമാര് വരുത്തും. പുത്രന്മാര് വിശ്വാമിത്രന്റെ കയ്യിലേൽപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ആര് പറഞ്ഞു? കുലഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞു. വസിഷ്ഠ മഹർഷിക്ക് വലിയ സന്തോഷമായി ഈ ശ്രീരാമചന്ദ്രന്റെ വാക്ക് കേട്ടപ്പോ. ഇത്രയും കൂടി കേട്ട സമയത്ത് ദശരഥൻ അനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ തനിക്ക് കഴിയുകയില്ലെന്ന് തോന്നി. രാജ്ഞിമാരെ വരുത്താൻ ആളെ വിടുകയും ചെയ്തു. രാജ്ഞിമാർ വന്നു. അവർ മൂടുപടം ധരിച്ചിരുന്നു. അവർ മഹർഷിമാരുടെയും ദശരഥന്റെയും പാദങ്ങൾ സ്പർശിച്ചു. അനന്തരം കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി. അമ്മമാർ പ്രേമാങ്കുലികളെ കൊണ്ട് അവരുടെ തലയിലെ കിരീടങ്ങളെ തടവുകയും ചെയ്തു. വസിഷ്ഠൻ ആദ്യം അവരോട് സംസാരിച്ചു. ഈ രാജാവിനോട് സംസാരിച്ചു മതിയാക്കി. ഇപ്പം അമ്മമാരോട്. മാതാവേ, രാക്ഷസന്മാരുടെ ഇടപെടലിൽ നിന്നും തടസ്സപ്പെടുത്തലിൽ നിന്നും വിശ്വാമിത്രന്റെ യജ്ഞം കാത്തുരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാമനും ലക്ഷ്മണനും ഇന്ന് വിശ്വാമിത്രന്റെ കൂടെ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കും. അത് കേട്ട സമയത്ത് കൗസല്യ ആശ്ചര്യത്തോടുകൂടി തലയുയർത്തി നോക്കി പറഞ്ഞു, ഞാൻ എന്താണ് കേൾക്കുന്നത്? മഹാനായ ഋഷി ചെയ്യുന്ന യജ്ഞം കാത്തുരക്ഷിക്കേണ്ടത് ഈ പിഞ്ചു കുട്ടികളാണോ? ദിവ്യശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെ ഏറ്റവും ഉത്തമമായ കവചങ്ങളാണ്.
എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഉപദ്രവങ്ങളിൽ നിന്നും യജ്ഞം സംരക്ഷിക്കാനുള്ള ഭാരം ഏറ്റെടുക്കാൻ വെറും മനുഷ്യൻ എങ്ങനെ ധൈര്യപ്പെടും? അതും പിഞ്ചു കുട്ടികള്. യജ്ഞത്തിന്റെ വിജയകരമായ പര്യവസാനം അതിൽ പങ്കെടുക്കുന്ന പൗരോഹിത്യത്തിന്റെ തപസ്സിന്മേലാണ് അധിഷ്ഠിതമായിട്ടുള്ളത് എന്നാണ് എന്റെ അറിവ്. ഇത് ശരിയാണെന്ന് വസിഷ്ഠന് ബോധ്യപ്പെട്ടു. പക്ഷേ എന്നിട്ടും ആ അവസ്ഥയിൽ കുറെ കൂടി വിശദീകരണം ആവശ്യമെന്ന് അദ്ദേഹത്തിന് തോന്നി. കൗസല്യ മാതാവേ, വിശ്വാമിത്രന്റെ യജ്ഞം ഒരു സാധാരണ കർമ്മമല്ല. പല പ്രതിബന്ധങ്ങൾ അതിനെ ബാധിക്കുന്നു, അദ്ദേഹത്തിന് ഉത്കണ്ഠ ഉണ്ടാക്കുന്നു. വസിഷ്ഠൻ ഈ വിവരണം തുടർന്നുകൊണ്ടിരിക്കെ കൗസല്യ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, തപസ്വിനികളും ഋഷികളും ചെയ്യുന്ന യജ്ഞങ്ങളിൽ ഉത്കണ്ഠ നിഴൽ വീശുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണല്ലോ. പരിശുദ്ധമായ ഒരു തീരുമാനത്തിനെതിരായി നിൽക്കാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമമായ ജ്യോതിസും ശാന്തിയും വെളിപ്പെടുത്തുന്നതിനാണ് മഹർഷി ആഗ്രഹം വളർത്തിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ പൂർത്തീകരണത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതാണ് എൻ്റെ ഊഹം. രാജാവിനെ കുട്ടികളോടുള്ള ബന്ധം പരീക്ഷിക്കാനായിരിക്കും മഹർഷി അപേക്ഷ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സർവ്വവിധത്തിലുള്ള ഗൂഢവും അസാധാരണവുമായ ശക്തികളെല്ലാമുള്ള വിശ്വാമിത്ര മഹർഷി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഈ യജ്ഞം ശൈശവത്തിന്റെ ഇളം മുളകളാപത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? പറയും, നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? രാമന്റെ തലമുടി തൊട്ടൊഴിഞ്ഞ് ഓമനിച്ചുകൊണ്ട് കൗസല്യ ഇത് പറയുന്ന സമയത്ത് ആ സംസാരം കേട്ടുകൊണ്ടിരുന്ന ദശരഥൻ പെട്ടെന്ന് സത്യം മനസ്സിലാക്കി. അദ്ദേഹം ധീരമായ തീരുമാനമെടുത്തു. അതെ, കൗസല്യയുടെ വാക്കുകൾ സത്യം വെളിപ്പെടുത്തുന്നു. ഇതെന്നെ പരീക്ഷിക്കാനുള്ള സൂത്രം മാത്രമാണ്. ഓഹോ, അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ് വിചാരിക്കുന്നത്. എനിക്ക് തീർച്ചയായി ഗുരു, ഈ ദുർബലനായ എനിക്ക് എങ്ങനെ അങ്ങയുടെ പരീക്ഷ അഭിമുഖീകരിക്കാൻ കഴിയും? അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാൻ അതുപ്രകാരം ചെയ്യും. വീണ്ടും ഞാൻ. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദശരഥൻ വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠൻ വീണ്ടും പറയാൻ തുടങ്ങി, മഹാരാജാവേ, താങ്കള് ധാർമ്മികതയുള്ളവനാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടികൾ സാധാരണക്കാരല്ല കേട്ടോ. അവരുടെ കുശലതകളും പ്രാപ്തികളും അതിരറ്റതാണ്. ഞങ്ങൾക്കതറിയാം, നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. മറ്റുള്ളവർക്ക് ആർക്കൊന്നും അറിഞ്ഞൂടാ. ഈ അവസരം അവരുടെ വിജയയാത്രയുടെ ഉദ്ഘാടനം മാത്രമാണ്. അവരുടെ വിജയപൂർണമായ ജീവിതത്തിന്റെ ചരിത്രത്തിലുള്ള നാന്ദിയാണിത്. ധർമ്മരക്ഷണ വ്രതം അവർ ഏറ്റെടുക്കുന്നതാണിത്. വിജയവധോടുകൂടി അവർ വേഗം തിരിച്ചെത്തും. അതൊരു സൂചന കൂടി ഉണ്ടല്ലോ, വിജയവധു. അതുകൊണ്ടിനി കൂടുതൽ ചിന്തിക്കാതെ കുട്ടികളെ സന്തോഷപൂർവ്വം വിശ്വാമിത്രനെ ഏൽപ്പിക്കൂന്ന് പറഞ്ഞു. വസിഷ്ഠൻ കുട്ടികളെ അടുത്ത് വിളിച്ച് തന്റെ പവിത്രമായ കൈത്തലം അവരുടെ ശിരസിൽ വെച്ചു. തന്റെ അനുഗ്രഹം അവരിൽ അർപ്പിക്കുന്ന ചില മന്ത്രങ്ങളും ചൊല്ലി. വസിഷ്ഠൻ കുട്ടികൾ അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹവും സ്വീകരിച്ച് പുറപ്പെടുവാൻ തയ്യാറായി നിന്നു. ദശരഥൻ അവരുടെ മുഖങ്ങളിൽ പ്രസരിക്കുന്ന ആനന്ദത്തിന്റെയും ധൈര്യത്തിന്റെയും തിളക്കം കണ്ടു. ഉള്ളിൽ ഉയർന്നു വരുന്ന ദുഃഖത്തെ അദ്ദേഹം അടക്കി നിർത്തി തൽക്കാലം. കുട്ടികളുടെ ചുമലിൽ കൈകൾ വെച്ച് വിശ്വാമിത്രന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ രണ്ടുപേരും ഗുരു ഇന്നു മുതൽ അങ്ങയുടെ പുത്രരാണ്. അവരുടെ ആരോഗ്യവും സുഖവും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. കുറെ രക്ഷാഭടന്മാരെ കൂടെ അയക്കണമെന്ന് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഹേ രാജാവേ, നിങ്ങൾക്ക് യഥാർത്ഥമായും ഭ്രാന്താണ് കേട്ടോ. സർവപ്രതിബന്ധങ്ങളിൽ നിന്നും യജ്ഞത്തെ കാത്തിരക്ഷിക്കാൻ പോകുന്ന ഈ ധീരാത്മാക്കളെ രക്ഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? ഇല്ല. നമുക്ക് രക്ഷിക്കാൻ സാധിക്കാത്ത യജ്ഞത്തെ രക്ഷിക്കാനാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശക്തന്മാരായ വീരന്മാർക്ക് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ടോ മഹാരാജാവേ? തീർച്ചയായും കുട്ടികളോടുള്ള സ്നേഹം നിങ്ങളെ അന്ധനാക്കിയിരിക്കുന്നു. ഞാൻ എന്ത് കാര്യത്തിനാണോ അവരെ കൊണ്ടുപോകുന്നത് ആ കാര്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ നിങ്ങളുടെ സമീപം കൂട്ടിക്കൊണ്ടുവരും. പേടിക്കണ്ട കേട്ടോ. അസ്വസ്ഥതപ്പെടേണ്ട ആവശ്യമില്ല. ധാർമ്മികമായി രാജ്യം ഭരിക്കും. ഇത്രയും പറഞ്ഞ് വിശ്വാമിത്രൻ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് ഓരോരുത്തരും മഹർഷിയെ കൈകൂപ്പി വണങ്ങി അദ്ദേഹം ആദ്യമായി സഭാതലത്തിൽ നിന്നും പുറത്തു കടന്നു. രണ്ട് രാജകുമാരന്മാർ അവർ പോവുകയാണ്. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി അവർ പോവുകയാണ്. അവരങ്ങനെ പോയി
ആ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് ആസാദ്യനഗരീം ദിവ്യം അഭിഷിക്തായ സീതയാ രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം. അവിടെ യാത്രക്കൊരു മംഗളം നേരാം നമുക്ക്. വിഭീഷണ ഹൃദേ പ്രീത്യ വിശ്വാമിത്രപ്രദായിനെ ജാനകീ പ്രാണനാഥായ സദാ രാമായ മംഗളം.